ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒരു ഭാഗമായ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വി ഹാവ് സീൻ ഹൗ ദി ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് മീൻസ് ലുക്കിംഗ് അറ്റ് ഗ്രാമർ റൂൾസ് of two languages which some teachers and learners were not comfortable with. More importantly, the focus was more on reading text in the target language and not on the spoken form. Scholars also noted that a knowledge of grammar rules did not necessarily develop the ability for everyday communication. And at a time when the urge to learn a foreign language like English grew, the absence of teachers who are through with the two languages, English, the foreign language, and the mother tongue became a big issue. ചില അധ്യാപകർക്കും പഠിതാക്കൾക്കും തൃപ്തികരമല്ലാത്ത രണ്ട് ഭാഷകളുടെ വ്യാകരണ നിയമങ്ങൾ നോക്കുന്നതാണ് വ്യാകരണ വിവർത്തന രീതി എന്ന് നാം കണ്ടു. കൂടുതൽ പ്രധാനമായി ടാർഗറ്റ് ഭാഷയിലെ പാഠങ്ങൾ വായിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, സംസാര രൂപത്തിലല്ല. വ്യാകരണ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് ദൈനംദിന ആശയവിനിമയത്തിനുള്ള കഴിവ് വികസിപ്പിക്കണമെന്നില്ല എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ് പോലൊരു അന്യഭാഷ പഠിക്കാനുള്ള ത്വര വർദ്ധിച്ച കാലത്ത് ഇംഗ്ലീഷും വിദേശ ഭാഷയും മാതൃഭാഷയും രണ്ട് ഭാഷകളിൽ സമഗ്രതയുള്ള അധ്യാപകരുടെ അഭാവം ഒരു വലിയ പ്രശ്നമായി മാറി എന്നും ഇവിടെ പറയുന്നുണ്ട്. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നമ്മൾ പോകുമ്പോൾ, വി ഹാവ് സീൻ ഹൗ വൈൽ ലേണിംഗ് അവർ മദർ ടങ് വി ലേൺഡ് ഇറ്റ് ഫ്രം our own parents, and they never made use of another language to teach us our mother tongue. This in fact is the natural way of learning. Soon the same conditions of learning a mother tongue was attempted to replicate in the foreign language classroom. This is the direct method, and it was popular in Germany and France in the 19th. For instance, in the direct method, English is taught through English without translating it into the mother tongue of the learner. The objective is to create the same natural condition in the classroom which the learner experienced while learning their own mother tongue. Teachers make a profuse use of visuals, gestures, etc. to enable the learner to associate the language used in the classroom. Here, oral teaching procedures, reading and writing, the grammar is taught inductively. Finally, through self-correction and timely feedback by the teacher, the learner picks up the target language. നമ്മുടെ മാതൃഭാഷ പഠിക്കുമ്പോൾ അത് നമ്മുടെ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് എങ്ങനെ പഠിച്ചുവെന്ന് ഞങ്ങൾ കണ്ടു. നമ്മുടെ മാതൃഭാഷ പഠിപ്പിക്കാൻ അവർ ഒരിക്കലും മറ്റൊരു ഭാഷ ഉപയോഗിച്ചില്ല. വാസ്തവത്തിൽ ഇത് സ്വാഭാവിക പഠന രീതിയാണ്. താമസിയാതെ ഒരു മാതൃഭാഷ പഠിക്കുന്നതിനുള്ള അതേ വ്യവസ്ഥകൾ വിദേശ ഭാഷാ ക്ലാസ് മുറിയിൽ ആവർത്തിക്കാൻ ശ്രമിച്ചു. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇത് 1900-കളിൽ ജർമ്മനിയിലും ഫ്രാൻസിലും പ്രചാരത്തിലുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഡയറക്റ്റ് മെത്തേഡിൽ ഇംഗ്ലീഷ് പഠിതാവിൻ്റെ മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാതെ ഇംഗ്ലീഷ് വഴിയാണ് പഠിപ്പിക്കുന്നത്. പഠിതാവ് സ്വന്തം മാതൃഭാഷ പഠിക്കുമ്പോൾ അനുഭവിച്ച അതേ സ്വാഭാവിക സാഹചര്യം ക്ലാസ് മുറിയിൽ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്ന ഭാഷയുമായി ബന്ധപ്പെടുത്താൻ പഠിതാവിനെ പ്രാപ്തമാക്കുന്നതിന് അധ്യാപകർ ദൃശ്യങ്ങൾ, അതുപോലെ ആംഗ്യങ്ങൾ മുതലായവ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. ഇവിടെ വായനയ്ക്കും എഴുത്തിനും മുമ്പാണ് വാക്കാലുള്ള പഠിപ്പിക്കൽ. വ്യാകരണം ഇൻഡക്റ്റീവ് ആയി പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായി സ്വയം തിരുത്തലിലൂടെയും അധ്യാപകൻ്റെ സമയോചിതമായ ഫീഡ്ബാക്കിലൂടെയും പഠിതാവ് ടാർഗറ്റ് ഭാഷ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ബൈ ബാനിഷിംഗ് ട്രാൻസ്ലേഷൻ ഫ്രം ദി ക്ലാസ് റൂം, teachers of foreign languages introduced classroom activities in the target language. Well, if mother tongue of the learner is never used, you must be wondering how it is possible to communicate with a learner who does not know a word of the foreign language like English. True, this is an issue, but advocates of the direct method have convinced skeptics that through action
gestures, use of pictures, etc. The teacher can help the learner associate words with its pronunciation. ക്ലാസ് മുറിയിൽ നിന്ന് വിവർത്തനം ബഹിഷ്കരിച്ചുകൊണ്ട് വിദേശ ഭാഷകളിലെ അധ്യാപകർ ടാർഗറ്റ് ഭാഷയിൽ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. പഠിതാവിൻ്റെ മാതൃഭാഷ ഒരിക്കലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് പോലുള്ള ഒരു വിദേശ ഭാഷയുടെ ഒരു വാക്കുപോലും അറിയാത്ത ഒരു പഠിതാവിനോട് എങ്ങനെ ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കണം. ഇതൊരു പ്രശ്നമാണ്. പക്ഷേ പ്രവൃത്തി, ആംഗ്യങ്ങൾ, ചിത്രങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിലൂടെ അധ്യാപകന് വാക്കുകളുടെ ഉച്ചാരണവുമായി ബന്ധപ്പെടുത്താൻ പഠിതാവിനെ സഹായിക്കാൻ കഴിയുമെന്ന് ഡയറക്റ്റ് മെത്തേഡിൻ്റെ വക്താക്കൾ സന്ദേഹവാദികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഇതിലെന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത്, ദിസ് സ്ട്രാറ്റജി ഈസ് സിമിലിയർ ടു ദി വേ ദ ലേണർ ലേൺഡ് ദെയർ ഓൺ മദർ ടങ് വിത്തൗട്ട് ദ അസിസ്റ്റൻറ്റ് ഓഫ് അനദർ ലാംഗ്വേജ്. മറ്റൊരു ഭാഷയുടെ സഹായമില്ലാതെ പഠിതാവ് സ്വന്തം മാതൃഭാഷ പഠിക്കുന്ന രീതിക്ക് സമാനമാണ് ഈ ഒരു സ്ട്രാറ്റജി, അതല്ലെങ്കിൽ തന്ത്രം എന്ന് പറയുന്നത്. ദർ ആർ ഹൗ എവർ എഡ്യൂക്കേഷനിസ്റ്റ് ഹൂ സീ ദ അസ്യൂംഷൻ ഓഫ് ടീച്ചിങ് എ സെക്കൻഡ് ലാംഗ്വേജ് വിത്തൗട്ട് ദ അസിസ്റ്റൻറ്റ് ഓഫ് അനദർ ലാംഗ്വേജ് എസ് എ വീക്ക്നെസ്. എന്നിരുന്നാലും മറ്റൊരു ഭാഷയുടെ സഹായമില്ലാതെ ഒരു രണ്ടാം ഭാഷ പഠിപ്പിക്കുന്നത് ഒരു ബലഹീനതയായി കാണുന്ന വിദ്യാഭ്യാസ വിചക്ഷണരുണ്ട് എന്നാണ് എന്താക്കുന്നത് അവസാനമായിട്ട് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.